ഹലോ ഗൈസ്, ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോസായിട്ട് വന്നേക്കാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ വന്നിട്ടുള്ളത് തന്നെ ഒരു ഐസ്ലാൻഡ് പോലത്തെ സ്ഥലത്താണ്. എല്ലാം ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. ഐസ് വാട്ടറാണോ? ഒരു ഫോക്സ് ഉണ്ട്. ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ വയ്ക്കുന്നു ഗൈസ്. രാത്രി ആറായോ? രാത്രി ആയുള്ള സീൻ എല്ലാവർക്കും അറിയാമല്ലോ. ഫോണിൽ അവരൊക്കെ ഭയങ്കര പ്രശ്നമാണ്.
ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോറുണ്ടാക്കി. അയ്യോ, വേറൊരു പണി ഉണ്ടായി, ഞാൻ അറിയാതെ അവിടെ എടുത്ത് വെച്ചു. ഞാൻ അറിയാതെ ഇവിടെ വിൻഡോ ഉണ്ടാക്കാൻ ഇപ്പം തന്നെ വെച്ച്. ഇത് മൂടിയില്ലെങ്കിൽ രാത്രി മോൺസ്റ്ററൊക്കെ കയറി വരും. പുതിയ സീരീസാണ് മൈൻക്രാഫ്റ്റിൻ്റെ. ആദ്യത്തെ എപ്പിസോഡ് ഇത്. ആദ്യത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഉറപ്പായിട്ടാണ് നാളെ അടുത്ത്. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. ഇച്ചിരി മരം കട്ട് ചെയ്തിട്ടാണ് നമുക്ക്. മരം കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു 3 സ്റ്റാക്ക് ഫുഡ് കട്ട് ചെയ്തിട്ട് ബ്ലാങ്ക് ആക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് തന്നെ ഞാൻ കട്ട് ചെയ്തുള്ളൂ. 3 സ്റ്റാക്ക് ബ്ലാങ്ക് കിട്ടി. ഒരു ഫുഡിൽ നിന്ന് തന്നെ 4 ബ്ലാങ്ക് കിട്ടും. ഇവിടുന്ന് മൊത്തം മഞ്ഞ് വീഴ്ചയൊക്കെ കാരണം അകത്ത് അങ്ങ് ദൂരെ പോയാണ് എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ നിന്നും കുറച്ച് കട്ട് ചെയ്തെടുത്തു. മറ്റേ അവർ വരാറായിരുന്നു. ചെറിയൊക്കെ കിച്ചന് നേരെ ഉറങ്ങാതിരിക്കേണ്ടി വരും. അപ്പോൾ ബെഡും കിട്ടിയിട്ടില്ല നമുക്ക്. നമുക്കത് സ്റ്റിക്ക് വേണം. സ്റ്റിക്കിന് ഞാൻ 24 സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയതാണ്. സ്റ്റിക്ക് നമുക്ക് ഒരു ഇതും എല്ലാം ഓരോന്നും ഇതുണ്ടാക്കാം. ഒരു ബോട്ട് നമുക്ക് ഉണ്ടാക്കാം.
ഷോവല് ഒരു ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് ഫോളോ ആക്കാം. പിന്നെ നമുക്ക് കിട്ടിയ വുഡൊക്കെ അങ്ങനെ എടുത്ത് കഴിയും. നമുക്കൊരു സാധനം കൂടെ ഉണ്ടാക്കണമായിരുന്നു. മറ്റേ ഏണിയുണ്ടാകണം. എൻ്റെ മേളിൽ പോയി നോക്കാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. പുറത്ത് നടക്കണമെന്ന് അറിയണ്ടേ. ഓരോ എണ്ണ എടുക്കുവാണെങ്കിൽ 3 കിട്ടും. 3 കിട്ടും. ബാക്കി 6 സ്റ്റിക്ക്. സ്കെൽട്ടൺ, അതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെന്ന് പറയണേ. സ്കെൽട്ടൺ അതിൻ്റെ പുറത്തൊരു തൂണിയൊക്കെ ഉള്ളത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞു തന്നെ. ഇതിലൂടെ നോർമൽ സ്കെൽട്ടണൊക്കെ നടക്കുന്നുണ്ട്. ക്രീപ്പറൊക്കെയാണ് തോന്നുന്നത്. നാളെ രാവിലെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ആയിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് രാവിലെ ആറായിട്ടുണ്ട്. കണ്ടറിയാം, ഇച്ചിരി വെളിച്ചം വന്ന് തുടങ്ങി. അവിടെ സൂര്യൻ ഉദിക്കുന്ന നമുക്ക് കാണാം. അവിടെ ചന്ദ്രൻ അസ്തമിക്കുന്നു, ഇവിടെ സൂര്യൻ ഉദിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മോബ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 10 ലൈക്സ് ആണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. അവിടെ സ്കെൽട്ടൺ പോലത്തെ സാധനം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യനെ വിളിച്ചെടുത്തപ്പോൾ അവന്മാർക്ക് അത് തന്നെയാണ് നമ്മളെ എപ്പോഴും ഉപദ്രവിക്കാൻ വരും. രാത്രി എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു അതിനകത്തിരുന്നപ്പോൾ. കുറച്ച് ഞാൻ അറിയാതെ വാതിൽ തുറന്നു. എന്നിട്ട് ആ സ്കെൽട്ടൺ പോലത്തെ സാധനം വീടിനകത്ത് കയറി. എന്നിട്ട് കുറേ ഹെൽത്ത് പോയതാണ്. വീണ്ടും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് റെഡിയായി. ഇപ്പം എല്ലാവരും കത്തിപ്പോയെന്ന് തോന്നുന്നു. അവരുടെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് പോയി എടുത്തിട്ട് വരാം. അതൊക്കെ അവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചിലവരൊക്കെ അതിൻ്റെ ഹെൽമെറ്റ് ആർമറൊക്കെ നിൽക്കുന്നുണ്ട്. ഒഴിഞ്ഞു മാറി കൊടുക്കേണ്ടി വരും. ഇച്ചിരി മിനിറ്റ് കിട്ടിയിരുന്നു. പണി കിട്ടി ഓട് പണി കിട്ടി ഓട്.
ഒന്നും കിട്ടിയില്ല. നമ്മുടെ ലാസ്റ്റൊക്കെ ഞാനിടാൻ പോയത് എനിക്ക് പണി കിട്ടി. എനിക്കാണ് മറ്റേ 50 മില്ലിൻ്റെ 50 മില്ലിൻ്റെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളം വരും. എൻ്റെ അടി ഡേർട്ടുണ്ട്. ഇതിനെ കില്ല് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഫുഡ് വേണ്ടേ? അവൻ്റെ അടുത്തേക്ക് ഓടിച്ചിടണം. എനിക്കൊരു ചെറിയൊരു പനിയുണ്ട്. അപ്പം ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം. നമ്മൾ കുറച്ച് 2-3 ആഴ്ച മുമ്പ് ചാനൽ തുടങ്ങിയത്. നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ഓടിപ്പോവും. കൊന്നു ഒരെണ്ണത്തിന്. എന്താ കിട്ടിയത്? റാബിറ്റ്. പിന്നെ എൻ്റെ എന്താ ലെതർ പോലത്തെ ഒരു റാബിറ്റിൻ്റെ ലെതറാണ്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അതാണ് എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊക്കെ അറിയുന്നത് കറക്റ്റായിട്ട്. നമുക്ക് അവൻ്റെ പോലെ 50 മില്യൺ ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ വില്ലേജറോ ഇത് ട്രേഡറാണ്. അവരെ കൊന്നും കിട്ടത്തില്ല. ട്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള നാട്ടിനൊക്കെ എമറാൾഡ് കൊടുക്കും. എനിക്ക് കിട്ടണമൊക്കെ നിസ്സാര സാധനം. ഈ അമ്പൊക്കെ എടുത്ത് ഈ അമ്പ് അങ്ങോട്ട് അവന്മാർക്കിട്ട് എറിയാൻ പറ്റുവാണെങ്കിൽ തൽക്കാലം ഞാൻ ഉണ്ടാക്കിയ വീട് ഇട്ടിട്ട് പോവുക. കാരണം ഇവിടെ മറ്റേ നമുക്ക് ലീവ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. എന്നാൽ ഞാൻ എൻ്റെ ചെമ്മരിയാവില്ലേ അത് വേണം. നമുക്ക് ബെഡ് ഉണ്ടാക്കണം. അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ മാറി വില്ലേജ് വല്ല നോക്കാൻ പോകുന്നു. വില്ലേജ് കിട്ടിയെങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകാൻ പറ്റുമോ നോക്കാൻ പോകും. അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്ക് സൺകിങ് ഷിപ്പ് പോലത്തെ ഒരു ഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കയറി നോക്കാം. ഞാൻ വന്ന വഴി അത് കണ്ടതാണ്. നമുക്ക് കയറി നോക്കാം. നമുക്ക് ട്രഷറൊക്കെ ഒന്ന് നടക്കുക. കുറേ പേപ്പറും എന്തൊക്കെ റൈറ്റിങ്ങൊക്കെ. ട്രഷർ മാപ്പ് കിട്ടി. ഈ ട്രഷർ മാപ്പ് കിട്ടി. നോക്കാം. നമുക്ക് ട്രഷറുള്ള സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നമ്മൾ മാർക്ക് അപ്പോൾ അവിടെ കറക്റ്റ് പോയിന്റ് ഇതാണ് പറയുന്നത്. സൗകര്യം വെച്ചെന്നാണ്.
അപ്പോൾ ഈ ഐസുള്ള സ്ഥലമാണ് ഇങ്ങനെ നീല കളർ കാണിച്ചത്. അത് തന്നെ നമുക്കൊന്ന് പോകാം. ഈ സ്ഥലത്ത് എന്തോ ചെയ്യാൻ പറ്റുന്നു നോക്കട്ടെ. ഞാൻ കുടിക്കുന്ന പോയിന്റാണ്. അപ്പം ഞാൻ ഇച്ചിരി കുഴിച്ച് കഴിഞ്ഞിട്ട് കാണുവാണെങ്കിൽ വിളിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് പോകുന്ന വഴിയല്ല, ഷിപ്പിനകത്ത് നിന്ന് തന്നെ എനിക്ക് ഇത് കിട്ടിയായിരുന്നു. പിന്നെ ഒരു ബെഡും അതിനകത്ത് നിന്ന് തന്നെ കിട്ടി. അപ്പം നമുക്ക് ട്രഷർ കിട്ടിയിരിക്കുകയാണ്. 2 GNT കിട്ടി. അത് വെച്ച് പൊട്ടിച്ചാണ്. എന്താ വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 ഓരോ പോർഷൻ കിട്ടി. പിന്നെ ഒരു റീജനറേഷൻ്റെ, പിന്നെ ചെയിൻ ആർം, ഇത് ലെഗിൻസ്, ബൂട്ട്, അയൺ, ഇച്ചിരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അയൺ കിട്ടി. പിന്നെന്താ ഹാർട്ട് ഓഫ് ദ സീ, അത് കിട്ടി. ഹാർട്ട് ഓഫ് ദ സീ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നെ. അതൊന്ന് കമൻറ്റിൽ ഇട്ടേക്കാവോ? പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകും. ഈ ഷിപ്പ് ഞാൻ ഇട്ടിട്ട് പോകണമാരെന്ന് എനിക്കൊന്ന് പറയണം. എനിക്കെല്ലാം അറിയത്തില്ല. അന്ന് ഞാൻ 2 വർഷമായിരുന്നു കഴിക്കാൻ പറഞ്ഞിട്ട്. അതിൽ എപ്പോഴും കഴിക്കാൻ അറിയാം. ഞാൻ ഷിപ്പ് എങ്ങനെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു തന്നെ. ഇതിന് ഇപ്പുറത്ത് വേറെ ചെക്കുണ്ട്. ഇതിനകത്ത് കണ്ടോ ഒരു TNT ഉണ്ട്. പിന്നെ കുറേ പേപ്പറാണ് കൂട്ടത്. പിന്നെ എന്തോ ഒരു സ്ട്രോ എന്തോ ഇതുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കുറേ സാധനമായി. എനിക്ക് കുറച്ച് സാധനം കളയണം. സാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് സ്ഥലം വേണം. ഗ്ലാസിൻ്റെ കാര്യം അങ്ങനത്തെ ഒരു കുറവ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ പറയട്ടെ. ഇനി ഏതാ കളയാൻ? ഇത് കളയാം, സ്നോ കളയാം. അത്രയും കളഞ്ഞാൽ മതി. ഇനി അത് ബാക്കി ഇങ്ങോട്ട് എടുക്കാം. വീട്ടൊക്കെ നമുക്ക് വേണ്ടതാണ്. ഇത് നമുക്ക് വേണം. അത് ചീത്ത പോയിസണസ് പൊട്ടറ്റോ വേണം. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറേ ജസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഉണ്ടാക്കണ്ടല്ലോ, ഇവിടെ നിന്ന് തന്നെ കുറേ കിട്ടും. ഇവിടെ ഒരു ജസ്റ്റ് ഉണ്ടായിരുന്നു. 2 ചെസ്റ്റാണ് നമുക്ക് വരുന്നത്. 3 ചെസ്റ്റാണ് ഷിപ്പ് കാരണം നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഞാൻ ഈ ഷിപ്പ് ഉണ്ടാകാനാണ്
ഇല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ട് ഇനി തുടങ്ങത്തുള്ളതാണ്. ഇനി ആ സ്ഥലത്തെത്തിയിട്ട് കാണാം. എന്തെങ്കിലും ഇടയ്ക്കുണ്ടേ പറയാവേ. അപ്പോൾ ഈ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ഒടുവിൽ നമ്മൾ ഒരു ഗ്രീനറി ഉള്ളൊരു സ്ഥലത്തെത്തി. ഗ്രീനറി ഉള്ളതല്ല, ജംഗിളിൽ തന്നെ എത്തിയെന്ന് പറയാം. ജംഗിൾ ഒരു ഫോറസ്റ്റ്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം സെക്കൻഡ് പാർട്ടിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ടാറ്റ, ഐ വിൽ ബ്ലെസ് യു. അപ്പോൾ ഇവിടെ ബാക്കി കളിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു വില്ലേജും കൂടെ കണ്ടുപിടിക്കുക. പറഞ്ഞു നമുക്ക് ഒരു സൺസെറ്റ് ആയി, നല്ല മൂഡാണ്. അപ്പോൾ നമുക്ക് നിർത്താം. ടാറ്റ, ഐ വിൽ ബ്ലെസ് യു ഓൾ.